ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവം പറഞ്ഞാൽ ചില ഒറ്റപ്പെടലുകളൊക്കെ അവനവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് ആരും സമ്മതിക്കത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ചിലപ്പോൾ അങ്ങനെയല്ല, മറ്റ് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാവാം. ഒന്ന്, എല്ലാറ്റിലും നിങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ചിലപ്പോൾ ആളുണ്ടായെന്ന് വരും. കാരണം അത്രത്തോളം സഹിക്കാവുന്നതിനപ്പുറമായുള്ള അസൂയാണ് നിങ്ങളുടെ ജയത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോഴങ്ങനെയല്ല, നിങ്ങൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ കൂടെ നിന്നവർ പോലും കാണുകയില്ല, കൂടെ അവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. എന്നാൽ ഏത് നിലയിലുള്ള ഒറ്റപ്പെടലുകളാണ് നാം നേരിടേണ്ടി വരുന്നതെന്നാലും ഒരു കാര്യം മറക്കരുത്, അപ്പോഴാണ് സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ബോധ്യം നമുക്ക് വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കത്തക്ക നിലകളിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 16 വാക്യം വായിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്ന്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കാപട്യവും വഞ്ചനയും മാത്രം കൈമുതലായുള്ള യാക്കോബ് അപ്പൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശവും തട്ടിയെടുത്തു. രണ്ടും കാപട്യത്താലും വഞ്ചനയാലുമായിരുന്നുവെന്ന് ദൈവവചനത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു യാക്കോബിൻ്റെ വഞ്ചന വെളിപ്പെട്ടത്, പുറത്തായത്. ഇത് തിരിച്ചറിഞ്ഞ യാക്കോബ് ഏശാവിൽ നിന്നും ഏതെങ്കിലും നിലയിലുള്ള പ്രതികാരം നേരിടാൻ തക്ക കരുത്ത് തനിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അമ്മയുടെ ഉപദേശത്താൽ വീട് വിട്ട് ഓടുകയാണ്. ലക്ഷ്യമില്ലാത്ത ഒരു ഓട്ടമല്ല, മറിച്ച് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓടുന്നത്. അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് ഓട്ടം. തൻ്റെ അമ്മ തന്നെയാണ് വഴി പറഞ്ഞു കൊടുത്തതും ഇങ്ങനൊരു കാര്യം ചെയ്താൽ തൽക്കാലം നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉപദേശം കൊടുത്തതും. ഇങ്ങനെ ഉപദേശം ലഭിച്ച യാക്കോബിൻ്റെ ഓട്ടത്തിനിടയിൽ നേരം സന്ധ്യയായി അപരിചിതമായ സ്ഥലത്താണ് താൻ ചെന്നുപെട്ടത് എന്ന ബോധ്യമുണ്ടായി. മുന്നോട്ടുള്ള യാത്ര സുഗമമല്ല, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ പ്രയാസമാണെന്ന് ബോധ്യം വന്നതുകൊണ്ട് അവിടെ തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചു. വീടിൻ്റെ എല്ലാ സുഖ സംരക്ഷണ അനുഭവങ്ങളും വിട്ടിട്ടാണ് ഇപ്പോൾ വഴിയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആരും അറിയാത്ത ഇടത്ത് കിടന്നുറങ്ങാനുള്ള പ്രേരണ ഉണ്ടായത്. അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയൂ. ഇവിടെ കണ്ട കല്ലൊന്നെടുത്ത് തലയണയായി വെച്ച് ഉറങ്ങിയെന്ന് തന്നെ പറയുമ്പോൾ എത്രമാത്രം താൻ ശരീരത്തിൽ ക്ഷീണിതനായിരുന്നുവെന്ന് ബോധ്യപ്പെടും. പേടിച്ച് ഓടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പേടിച്ച് ഉറങ്ങിയെന്ന് കേട്ടിട്ടുള്ളത് വളരെ കുറവാണ്. കാരണം ഭയവും ഭീരുത്വവും പേടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയായി ചെയ്യുന്നത്. ഇന്ന് ഇവിടെ നോക്ക്, യാക്കോബ് സുഖമായിട്ട് ഉറങ്ങി. തന്നെയുമല്ല, ഉറക്കത്തിൽ വളരെ മനോഹരമായൊരു സ്വപ്നം കാണുകയാണ്. താൻ കിടക്കുന്ന ഇടത്ത് നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി, ആ കോവണിയിൽ കൂടി ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ അങ്ങേത്തലയ്ക്കൽ അല്ലെങ്കിൽ സ്വർഗ കവാടത്തിൽ ദൈവം യാക്കോബിനോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളും. എന്തൊരാശ്വാസം അല്ലേ! ഇത്രയൊന്നും യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അതേ പ്രിയരെ, ലോകത്തിലെല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരാലും ഒറ്റപ്പെട്ടു എന്ന് തോന്നേണ്ടി വരുമ്പോൾ, തീർച്ചയായിട്ടും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ലെങ്കിൽ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയുകയാണ്, ദൈവം ഈ സ്ഥലത്തുണ്ട്, വാസ്തവമായിട്ടുമുണ്ട്, ഞാൻ അത് അറിഞ്ഞില്ലല്ലോ എന്ന സഹതാപത്തിൻ്റെ ശബ്ദം തൻ്റെ വായിൽ നിന്ന് വിടുകയാണ്. ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ് എന്നൊക്കെ യാക്കോബ് പറയാൻ തുടങ്ങി. എത്ര പ്രത്യാശയും ധൈര്യവും പകർന്ന വാക്കുകൾ! അമ്മ ഉപദേശിച്ചെങ്കിലും ചെന്നെത്താൻ ഒരു സ്ഥലമുണ്ടെന്ന മനസ്സ് മന്ത്രിക്കുമ്പോഴും ഹൃദയത്തിലാകെ ഭാരമായിരുന്നു, പേടിയായിരുന്നു, ഇനി എന്തായി തീരുമെന്ന ആശങ്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ തൻ്റെ വായിൽ നിന്ന് സ്വസ്ഥതയുടെ വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ വെളിപ്പെടുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജീവിതത്തിൽ എല്ലാവരും നമ്മളെ കൈവിടുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യമാകത്തക്ക നിലകളിൽ ദൈവപ്രവൃത്തി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വഞ്ചിക്കണമെന്നോ കളിപ്പിക്കണമെന്നോ ആ നിലയിൽ എന്തെങ്കിലും ചതി ചെയ്യണമെന്നോ ഒന്നും ആരും ചിന്തിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ദൈവം കൂടെ ഉണ്ടാവത്തില്ലല്ലോ, അങ്ങനൊന്നും ചിന്തിക്കരുത്.
കാരണം യാക്കോബ് അപ്പനെയും കളിപ്പിച്ചു, ചേട്ടനെയും കളിപ്പിച്ചു, അങ്ങനെ വന്ന് കിടക്കുകയല്ലേ. അപ്പോൾ ദൈവം സംസാരിക്കുന്നത്, ഒറ്റപ്പെടൽ ഭീതി മാറിയത്. അങ്ങനെ ചിന്തിക്കുകയേ അരുത് കേട്ടോ. നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ദൈവസാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ വെച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചുവെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? കാരാഗ്രഹത്തിൻ്റെ കൊടും ഭീകര അനുഭവങ്ങളിൽ അവർ രണ്ടുപേരും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. പത്മോസിൻ്റെ ഏകാന്തതയിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാടുകൾ കാണുന്നതും വെളിപ്പാട് പുസ്തകം തന്നെ നമുക്ക് ലഭ്യമായതും. ഇഷ്ടങ്ങളുടെ മധ്യത്തിലാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സേവകാത്മാക്കൾ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത്. ഏത് പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് താങ്കളെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവത്തിന് താങ്കളെ ആവശ്യമുണ്ട്. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ യാക്കോബിനെ പോലെ ഞങ്ങളുടെ കഷ്ടതയിലും പരിശോധനയിലും ഒറ്റപ്പെടലുകളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച ആ നല്ല അവസരങ്ങൾ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ജീവിതത്തിൻ്റെ അവസരങ്ങളിലും ഞങ്ങളെ കൈവിടാത്ത അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങോ ഞങ്ങളോട് കൂടെ ഇരുന്ന് പിന്നെയും ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.